വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അസീസിയ ഫുഡ് പ്രൊഡക്ട്സിനെ കുറിച്ചാണ്. നമസ്കാരം. പുതിയതായി വരുന്ന ഈ സംരംഭകരെ കുറിച്ചിട്ട് അങ്ങേക്കുള്ള അഭിപ്രായം എന്താണ്? ഇതേപോലെയുള്ള സംരംഭങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ടാകണം. അതായത് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകുന്നത് പലപ്പോഴും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് പരിഹാരം എന്നുള്ളത് നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാൻ ശീലിക്കുന്നത് നല്ലതാണ്. അപ്പൊ എല്ലാവരെയും സമ്മതത്തോടുകൂടി ഓൺ ചെയ്യാം. സന്തോഷ മുഹൂർത്തങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇനി രുചി വൈവിധ്യങ്ങളുടെ പുതിയ കലവറ. അസീസിയ ഫുഡ് പ്രൊഡക്ട്സ് 2024 ആഗസ്റ്റ് 17 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് ബഹുമാനപ്പെട്ട ആലത്തൂർ MP ശ്രീ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥി ശ്രീമതി KV നവീസ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അധ്യക്ഷയായി ശ്രീമതി ഗിരിജ മേലടത്ത്, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ആശംസകൾ ശ്രീ BK തങ്കപ്പൻ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ശ്രീമതി M നഫീസ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. ശ്രീ ഉണ്ണികൃഷ്ണൻ കണ്ണൻ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ. ശ്രീ സന്തോഷ് VV, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ എന്നിവരാലും നാട്ടുകാരാലും ഉദ്ഘാടന കർമ്മം മംഗളകരമായി നടന്നു. അസീസിയ ഫുഡ് പ്രൊഡക്ട്സ്. മതിവരുവോളം കഴിക്കാം, മതിമറന്ന് കഴിക്കാം. പത്തിരി, വെള്ളപ്പം, നൂലപ്പം, ബട്ടൂര, ചപ്പാത്തി, പൊറോട്ട, പൂരി. മുള്ളൂർക്കര ഇരുന്നലങ്കോട് ദാറുസലാം മദ്രസയ്ക്ക് സമീപം. ഓർഡറുകൾ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തോടുകൂടെ ചെയ്തു കൊടുക്കുന്നു. പത്തിരി ഉണ്ടാക്കുന്ന വിധം പരിചയപ്പെടാം. നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഉണ്ടാക്കാൻ? ഇതിലിപ്പോൾ നമ്മൾ എത്രയാണോ പൊടിയെടുക്കണേ അതിൻ്റെ ഇരട്ടി വെള്ളം. നമ്മൾ പ്രധാനമായിട്ട് അരിപ്പൊടി അതിൻ്റെ ഇരട്ടി വെള്ളം പിന്നെ ആവശ്യത്തിന് വേറെ ഒന്നുമില്ല. മിക്സ് ചെയ്യൂലേ? സലാം എന്നാണ് ഈ യുവ സംരംഭകന്റെ പേര്. ഇദ്ദേഹത്തിന്റെ കുടുംബമാണ് ഈ സ്ഥാപനം നടത്തി വരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള യുവ സംരംഭകർ വരികയും വിഷരഹിതമായ ഫുഡ് ആളുകൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എങ്ങനെയാണ് ഈ പത്തിരി ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത്? ഓർഡർ നമ്മൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടൊക്കെ എങ്ങനെ വേണമെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഓർഡർ അവിടെ എത്തും. കൂടുതൽ ചെറിയ ഓർഡറൊക്കെ ആണെന്നുവെച്ചെങ്കിൽ മുൻകൂട്ടി പറയണമെന്നൊന്നുമില്ല. അതെ വലിയ ഓർഡറുകളൊക്കെ ആണെന്നുവെച്ചെങ്കിൽ പല ദിവസം. അതെ. നിങ്ങൾക്കിത് സെയിൽ ചെയ്യുന്ന കടയുണ്ടോ? നിങ്ങളുടെ സ്വന്തം കട എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ കടകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഓർഡർ അനുസരിച്ചാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഓർഡർ അനുസരിച്ചിട്ട് കൊടുക്കുന്നത്. കടകളിൽ ഡെയിലി കൂടാണ്ട് ഓർഡറുകൾ, പാർട്ടി ഓർഡറുകളൊക്കെ നമ്മൾ സൈറ്റിലെത്തിച്ചു കൊടുക്കും. ഓണാണ്. ഉദ്ഘാടകനായി വന്ന ബഹുമാനപ്പെട്ട ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ അവിടെയുള്ള എല്ലാ ജനങ്ങളോടും സൗഹൃദം പുതുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളോടും മുതിർന്നവരോടും എല്ലാവരോടും തമാശ പറഞ്ഞും വിശേഷങ്ങൾ ചോദിച്ചും അദ്ദേഹം അവിടെ സന്തോഷകരമാക്കിയെടുത്തു.
ഫുഡ് ഉണ്ടാക്കുന്ന മിഷനറികളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഫുഡ് ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചും അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഓൺ ചെയ്യാം. നമസ്കാരം. പുതിയതായി വരുന്ന ഈ സംരംഭകരെ കുറിച്ചിട്ട് അങ്ങേക്കുള്ള അഭിപ്രായം എന്താണ്? ഇതേപോലെയുള്ള സംരംഭങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ടാകണം. അതായത് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകുന്നത് പലപ്പോഴും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് പരിഹാരം എന്നുള്ളത് നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാൻ ശീലിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള സംരംഭങ്ങൾ അതിന് പ്രോത്സാഹിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഭക്ഷണം ആണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും വിഷ കലർന്ന ഭക്ഷണങ്ങൾ, വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. തീർച്ചയായും അതെല്ലാം കഴിക്കുന്നത് മനുഷ്യന് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാണ്. ശുദ്ധമായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. തീർച്ചയായും അപ്പോൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നത് നല്ലത്. പിന്നെ അസുഖം വരാതിരിക്കണമെങ്കിൽ നല്ല ഭക്ഷണം, ശുദ്ധവായുവും ശുദ്ധജലവും
നല്ല ശുദ്ധമായ ഭക്ഷണവും കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. തീർച്ചയായും. ആ ഒരു അവയർനെസ്സിലേക്ക് നമ്മുടെ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് കഴിയണം. ഇത്തരം സംരംഭങ്ങൾ വിജയിക്കണം. ഓക്കെ. ഫുഡ് വാങ്ങാൻ വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.